യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 13-ാം സ്ഥലത്തെക്കുറിച്ചാണ്. നമ്മളവിടെ കാണുന്നത് മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്ന ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കൂടുതലായിട്ടും പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ ആ സങ്കടം, തനിക്ക് ജനിക്കാൻ പോകുന്ന ശിശു അവൻ രക്ഷകനാണ്, ദൈവപുത്രനാണ് എന്നറിഞ്ഞുകൊണ്ട് അമ്മ ഈ കുഞ്ഞിനെ വളർത്തുകയാണ്, പരിപാലിക്കുകയാണ്. ഇതേ അമ്മയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ മകൻ മരിക്കുകയാണ്. ഈ മകൻ്റെ മൃതദേഹം അമ്മയുടെ മടിയിൽ കിടത്തുകയാണ്. നമ്മൾ ചിന്തിക്കണം, ആ അമ്മ കടന്നുപോയ ഒരു സഹനത്തിൻ്റെ, സങ്കടങ്ങളുടെ, കണ്ണുനീരിൻ്റെ വഴി. കുരിശിൻ്റെ വഴിയിൽ ഈശോയുടെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയം നമ്മളൊപ്പം പരിശുദ്ധ അമ്മ കടന്നുപോയൊരു വേദനയുടെ വഴിയെക്കുറിച്ചും ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ല പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇതൊരു കഥയല്ല, ഇതൊരു ജീവിതമാണ്. നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒരു സഹനം വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിലൊരു മരണം സംഭവിക്കുമ്പോൾ, അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യരെന്ന രീതിയിൽ നമുക്ക് സഹനമുണ്ട്. അതൊരു സഹനമാണ്, വേദനയാണ്, കണ്ണുനീരൊക്കെ വരും. പ്രിയപ്പെട്ടവർ, അപ്പോഴൊക്കെ ഈ അമ്മയെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. വലിയൊരു പദ്ധതി അമ്മയ്ക്ക് ലഭിച്ചിട്ട് അമ്മ കടന്നു പോകുന്ന വഴികൾ സഹനത്തിൻ്റെ വഴികളാണ്. അമ്മ കടന്നു പോകുന്നത് വേദനകളുടെ വഴിയാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് സങ്കടമുണ്ടോ, വേദനയുണ്ടോ, സഹനമുണ്ടോ? ഒന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ഈ രംഗങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അമ്മ കടന്നുപോയ വിഷമങ്ങൾ, അമ്മ കടന്നുപോയ വേദനകൾ, അമ്മ കടന്നുപോയ സഹനങ്ങൾ, അമ്മ കടന്നുപോയ കുരിശിൻ്റെ വഴികൾ കൂടെ ധ്യാനിക്കുന്നത് നല്ലതാണ്. ഇന്നേ ദിവസം വ്യാകുല മാതാവിൻ്റെ ഒക്കെ പ്രത്യേകമായ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന സഹനം എന്താണോ, വേദന എന്താണോ, രോഗാവസ്ഥ എന്താണോ, അത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ ക്ഷമയോടുകൂടെ, ആത്മസംയമനത്തോടുകൂടെ, സഹനശക്തിയോടുകൂടെയൊക്കെ സ്വീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് കൂടി വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പ്രിയപ്പെട്ട മകനെ, മകളെ നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹനങ്ങളിൽ, വേദനകളിൽ, ദുഃഖങ്ങളിൽ നിരാശപ്പെട്ടിരിക്കാതെ ഈ അമ്മയിലേക്ക് നോക്കിയൊക്കെ ഒരു ആശ്വസിക്കാൻ പറ്റട്ടെ. ഈശോയുടെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, ഈശോയുടെ തിരുമുറുകളെക്കുറിച്ചൊക്കെ ധ്യാനിച്ചുകൊണ്ട് കുറച്ചുകൂടി ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ വഴിയിലെ 13-ാം സ്ഥലം എന്ന് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ വേദനകളെ, വ്യാകുലങ്ങളെയൊക്കെ ധ്യാനിക്കുകയാണ്. അമ്മ മാതാവേ, ഞങ്ങൾക്കും ഈ ലോക ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, വേദനകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അവയെല്ലാം ക്ഷമയോടെ സ്വീകരിക്കുവാൻ തിരുക്കുമാരൻ ഞങ്ങൾക്ക് കൃപ വാങ്ങിച്ചു തരണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.